നഗരസഭ ഫിനാൻസ് കമ്മിറ്റി കൂടി അംഗീകരിച്ച ആലപ്പുഴ നഗരസഭയുടെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഒരാള് 5/3/2012 നമ്മൾ കൂടിയിരുന്നു. അന്ന് ഫൈനാൻസ് കമ്മിറ്റി കൂടിയിരുന്ന സത്യമാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എങ്കിൽ അന്ന് കൂടിയ തീരുമാനമല്ല ഇന്നത്തെ ഫൈനാൻസ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പറഞ്ഞു. കാര്യം അന്ന് നമ്മൾ ഇന്നത്തെ പറഞ്ഞിരുന്ന ഈ നമ്മുടെ അന്ന് ഫൈനാൻസ് കമ്മിറ്റി കൂടിയെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്ന് ഫൈനാൻസ് കമ്മിറ്റി മാത്രം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ ഫിനാൻസ് കമ്മിറ്റിയുടെ മീൻസ് എടുത്ത് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇത് വായിച്ചു നോക്കാൻ വൈസ് ചെയർമാൻ മനസ്സിലാക്കും. അന്ന് ഈ കാര്യങ്ങളൊന്നും പാസ്സാക്കാത്ത കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞത്. അന്ന് നമ്മൾ പറഞ്ഞു ഈ കൈലാസത്തിൽ പറഞ്ഞ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ 3 വർഷമായിട്ട് നിർമ്മാണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പിന്നീട് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. 50 ലക്ഷം രൂപ കഴിഞ്ഞു. ഞാനും ബഹുമാനപ്പെട്ട PPG തരഞ്ഞു. ഇവിടെ ഞാൻ അന്നത്തെ കക്ഷിയിലായ AM നസീറും ബഹുമാനപ്പെട്ട അസാദ് ഇന്ത്യത്തെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് പോയി നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വർഷം 4 ഇപ്പോഴും ബഡ്ജറ്റ് പറയുന്നു ഞങ്ങൾ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പോകണമെന്ന് പറഞ്ഞു. എന്തിന് ഈ പാവപ്പെട്ട കൗൺസിലർമാരെ പറ്റിക്കുന്നു? അവരെന്തെങ്കിലും അപരാധങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടൊന്നും എന്ത് കാര്യം 2 കൈ നീട്ടി സാധനം ചെയ്യുന്ന UDF കൗൺസിലർമാരെ എന്തിനു പറ്റില്ല? അതുപോലെ 52 കൗൺസിലർമാരെ എന്തിനു പറ്റില്ല? ഇതിന് പറ്റിയുള്ള കൗൺസിലർ ഈ 5/3/2012 കൂടി ഫൈനാൻസ് കമ്മിറ്റി ഇങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ നമ്മുടെ പുന്നപ്പുറയിൽ നമുക്ക് ആ സ്ഥലത്തിൽ നമ്മുടെ ഫൈനാൻസ് കമ്മിറ്റി ചർച്ച ചെയ്താണ്. നമുക്ക് പോയി സ്ഥലം പരിശോധിക്കാം. ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്ഥലം എന്തുമാത്രമാണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ എന്തെങ്കിലും സംശയം എടുത്ത് ചോദിച്ചു എന്താണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ കമ്മിറ്റി പാസ്സാക്കിയിട്ടില്ല. അപ്പൊ ആ പാസ്സാക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ? അതുപോലെ അന്നത്തെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ് നമ്മൾ സാധുക്കളായ ജനങ്ങൾക്ക് വീടിന്റെ മെയിൻ്റനൻസ് ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് അല്ല, ആ എമൗണ്ട് ഞാൻ പറയുന്നില്ല. ശരിയാണ്, ആ എമൗണ്ട് എത്രയാണ് നമ്മൾ 10,000 രൂപയ്ക്ക് 20 പേർക്ക് കൊടുക്കണം പറഞ്ഞിട്ട് ഉൾപ്പെടുത്തില്ല. ഉണ്ട്, എത്ര എമൗണ്ട് ആണെന്നുള്ള കാര്യത്തിൽ നിശ്ചയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ അറവുശാല ചെയ്യുന്നതാണെന്ന് അറവുശാലയെ പറ്റി ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരമോന്റെ സംസ്കൃത പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്നും പ്രതിപാദിച്ചില്ല. ആലപ്പുഴ നഗരസഭ സ്റ്റേഡിയത്തെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ തന്നെ ഈ വീണ്ടും ഒരുപാട് പറയാനുള്ള ബാക്കിയെല്ലാം പ്രിയപ്പെട്ട കൗൺസിലർമാരൊക്കെ ഉണ്ട്. അവർ കുറെ കാര്യങ്ങൾ പറയും. ഇത് ആവർത്തന ബഡ്ജറ്റാണ് ഈ പറയാനുള്ളത്. ഈ ബഡ്ജറ്റ് പാസ്സാക്കാൻ യാതൊരു നിവൃത്തിയും കാണുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജനറൽ പർപ്പസ് ഗ്രാന്റിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് 30 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അത് ഏത് ജനറൽ പർപ്പസ് ഗ്രാന്റിൽ 30 ലക്ഷം രൂപ പരിശോധന. അതുപോലെ ഇന്ന് വന്ന് പരിശോധന കാണിച്ചിരിക്കുന്നത് യൂക്കോ ബാങ്കിൽ നിന്ന് എല്ലാ മാസം ഓടിയെടുക്കേണ്ട 60 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ കാണിച്ചിരിക്കുകയാണ്. 30 ലക്ഷം രൂപ. ഏറ്റവും ഇത്ര മോശമായ ബഡ്ജറ്റ് ഈ കാലയളവിൽ കണ്ടിട്ടുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് 30 ലക്ഷം രൂപ കൊണ്ടത് കാണിക്കുന്നു. എവിടുന്നാണ് ബഹുമാനപ്പെട്ട 30 ലക്ഷം രൂപ ജനറൽ പർപ്പസ്? അങ്ങനെ ഗ്രാന്റ് നമുക്കില്ല. ഈ ഇല്ലാത്ത ഗ്രാന്റിനെ പൊക്കിപ്പറ്റി ബഡ്ജറ്റ് കൊടുക്കേണ്ട കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി സത്യനാരായണ നിയമോപദേശം വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ കൊടുക്കണം. ജനറൽ പർപ്പസ് ഗ്രാന്റിൽ 30 ലക്ഷം രൂപ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ഗ്രാന്റില്ല. ഇത് വളരെ മോശമാണ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ജനറൽ പർപ്പസ് ഗ്രാന്റ് ഉണ്ട്. ആ ഗ്രാന്റ് ഏത് ഗ്രാന്റാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പറയാം. ഇത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പദ്ധതിയാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേറ്റം അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു ബഡ്ജറ്റാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കൗൺസിലർമാർ ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിന്റെ ചർച്ച തുടങ്ങട്ടെ. ബാക്കിയുള്ള